ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂൺസ് ക്രസൻറ്റ് അഥവാ അമ്പിളിക്കല. അതായത് എന്താണ് പറയുന്നത്? നമുക്കറിയാം ഓരോ ദിവസവും ചന്ദ്രന് തുടർച്ചയായി സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എന്താണ്, അതുപോലെ തന്നെ അവയുടെ ഷേപ്പിലും അവയുടെ ആകൃതിയിലും ചന്ദ്രന്റെ ആകൃതിയിലും വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്കൊന്ന് പറയാം. നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു പ്രവർത്തനം ചെയ്യാണ്. ഇവിടെ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മൾ എന്താണ് ഒരു പ്രവർത്തനം സെറ്റ് ചെയ്യാണ്. നമ്മളിവിടെ എന്താണ് ഒരു ക്ലാസ് മുറിയാണ് എടുക്കുന്നത്. നമ്മൾ ക്ലാസ് മുറിയിൽ എന്താണ് ഒരു അർദ്ധവൃത്താകൃതിയിൽ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ നമ്മൾ എന്താണ് ഒരു അർദ്ധവൃത്താകൃതിയിൽ ഒരു വര വരക്കുക. എന്നിട്ട് എന്താണ് ഇതുപോലെ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ് ഇവിടെ സ്റ്റൂൾ വെച്ച് അതിന് മുകളിൽ എന്താണ് നമ്മളൊരു ഗ്ലാസ് വെച്ച് അതിന് മുകളിൽ ലാഫിംഗ് ഫേസ് ഉള്ള ബോൾ വെക്കുക. എന്നിട്ട് അതിൻ്റെ ലാഫിംഗ് ഫേസ് ചിരിക്കുന്ന മുഖം എന്താണ് അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് വെക്കുന്ന രൂപത്തിൽ വെക്കുക. എന്നിട്ട് എന്താണ് ഇതൊരു അടച്ചിട്ട റൂമിലാണ് ചെയ്യേണ്ടത്, അതായത് ഇരുട്ടൊന്നും കടക്കാത്ത റൂമിൽ. എന്നിട്ട് നമ്മളൊരു എമർജൻസി ലാബ് ഇവിടെ വെച്ചതുപോലെ തന്നെ നമ്മൾ പ്രകാശിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ദ സ്മൈലിംഗ് ഫേസ് ഓഫ് ദ ബാൾ പ്ലേസ്ഡ് ഇൻ വിച്ച് പൊസിഷൻ ഈസ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ലൈറ്റുമായിട്ട് മുഴുവനായിട്ടും ലൈറ്റ് പതിക്കുന്ന ഭാഗം ഏതാണ്, ഏത് സ്ഥാനത്ത് വെക്കുമ്പോഴാണ്? അവിടെ പിക്ചറിൽ കാണാം, അത് 5ലാണ്. അപ്പോൾ അത് 5 എന്ന് പറയാം. ദ സ്മൈലിംഗ് ഫേസ് ഓഫ് ദ ബാൾ പ്ലേസ്ഡ് ഇൻ വിച്ച് പൊസിഷൻ ഈസ് നോട്ട് എക്സ്പോസ്ഡ് ടു എനി ലൈറ്റ് ഓഫ് അറ്റ് ആൾ. ഒരു ലൈറ്റും പതിക്കാത്ത, ബോളിൽ ലൈറ്റും പതിക്കാത്ത സ്ഥലം എവിടെയാണ്, ഏതാ പൊസിഷനിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ചിത്രത്തിൽ കാണാം, 1ആണത്. അപ്പോൾ 1. ദ സ്മൈലിംഗ് ഫേസ് ഓഫ് ദ ബാൾ പ്ലേസ്ഡ് ഇൻ വിച്ച് പൊസിഷൻ ഈസ് പാർഷ്യലി ലിറ്റ് ബൈ ദ ലൈറ്റ്. അതായത് എന്താണ്, പകുതിയോളം ലൈറ്റ് പതിക്കുന്നതും ബാക്കി പകുതി എന്താണ് ലൈറ്റ് പതിക്കാത്തതുമായിട്ടുള്ള ബോളിന്റെ സ്ഥാനം എവിടെയാണ്? അവിടെ കാണാം, അത് 3 ആണ്. അപ്പൊ അത് 3 ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു പരീക്ഷണം ചന്ദ്രന്റെ പാതയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഭൂമി ചുറ്റും കറങ്ങുന്ന ചന്ദ്രന്റെ പാതയായിട്ട് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാം എന്താണ്, ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ചന്ദ്രന്റെ ഷേപ്പുകൾ നിങ്ങൾക്ക് പല സ്ഥാനങ്ങളിൽ ആവുമ്പോഴുള്ള ഷേപ്പുകൾ നിങ്ങൾക്ക് കാണാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്, വെൻ ദ മൂൺ കംസ് ടു 1, അതായത് ഇവിടെ എത്തുമ്പോൾ 1ൽ എത്തുമ്പോൾ എന്താണ് കാണുക? സിൻസ് ദ ഡാർക്ക് ഏരിയ ഓഫ് ദ മൂൺ ഫേസ് ദ എർത്ത് ദ മൂൺ കനോട്ട് ബി സീൻ. അതായത് ഈ ഒരു മൂണിന്റെ, നമ്മുടെ ചന്ദ്രന്റെ ഡാർക്ക് ഏരിയ, മൂണിന്റെ ഡാർക്ക് ഏരിയ ആണ് എർത്തുമായിട്ട് ഫേസിൽ വരുന്നത്, മുഖം വരുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്താണ് അമാവാസി എന്ന് പറയുന്നത്. ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ അമാവാസി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്, വെൻ ദ മൂൺ കംസ് ടു 3ലെത്തുമ്പോൾ ഇവിടെ ഹാഫ് ആണ്. ഹാഫ് ഓഫ് ദ ലൈറ്റ് ഏരിയ ഓഫ് ദ മൂൺ ഈസ് സീൻ. മൂണിന്റെ ഹാഫ് ഭാഗമാണ് നമുക്ക് എർത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതിനെ ഹാഫ് മൂൺ, അർദ്ധചന്ദ്രൻ എന്ന് നമ്മൾ പറയുന്നു. വെൻ ദ മൂൺ കംസ് ടു 5ലെത്തുമ്പോൾ എന്താണ്, ദ വൂൾ ഓഫ് ദ ലൈറ്റൻഡ് പോർഷൻ ഓഫ് ദ മൂൺ ഫേസ് ദ എർത്ത്. അതായത് എന്താണ്, എർത്തിന്റെ മുഴുവൻ പോർഷനും ലൈറ്റൻഡ് പോർഷനും എന്തിന് പ്രകാശം പതിക്കുന്ന പോർഷനായി മുഴുവൻ പോർഷൻ നമ്മൾ എന്താണ് എർത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ ചിത്രം നിങ്ങൾക്ക് കാണാം. നമുക്ക് എന്താണ് പൂർണ്ണ ചന്ദ്രനെയാണ് കാണാൻ കഴിയുക എന്ന് നമുക്ക് പറയാം. ഓക്കെ, ചന്ദ്രന്റെ ഈ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് പറയാം എന്താണ്, നമുക്ക് വൃതിക്ഷയങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയാം. അപ്പൊ എന്താണ് വൃതിക്ഷയങ്ങൾ എന്ന് നമുക്ക് പറയാം. അതായത് വൃതിക്ഷയങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണെന്ന് നമുക്ക് പറയാം. വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ദ മൂൺ, അതാണ്. അപ്പൊ നമുക്ക് എന്താണ് വൃതിക്ഷയങ്ങള്? ദ ഡിഫറൻസ് ഇൻ ദ വിസിബിലിറ്റി ഓഫ് ദ ലൈറ്റൻഡ് ആൻഡ് ഡാർക്ക് ഏരിയ ഓഫ് ദ മൂൺ വെൻ ഒബ്സർവ്ഡ് ഫ്രം ദ എർത്ത് ഈസ് ദ റീസൺ ഫോർ വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ദ മൂൺ. അതായത് പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃതിക്ഷയങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ എന്താണ്, ഫ്രം ദ ന്യൂ മൂൺ ഡേ ടു ദ ഫുൾ മൂൺ ഡേ ദ ലൈറ്റൻഡ് പോർഷൻ ഓഫ് ദ മൂൺ ബിക്കം മോർ വിസിബിൾ. അതായത് എന്താണ്, അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നു. ഇതാണ് വൃതി എന്ന് പറയുന്നത്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നത് വൃതി, അതായത് വാക്സിങ്. ഓക്കെ, this is called waxing. From the full moon day to the new moon day there is
decrease the visibility of the lightened area of the moon from the earth. This is called waning. അതായത് പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നു. അതിനെയാണ് നമ്മൾ ക്ഷയം എന്ന് പറയുന്നത്, വാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വാക്സ് എന്ന് പറഞ്ഞാൽ ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് വരുന്നതാണ്. വാനിങ് എന്ന് പറഞ്ഞാൽ ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് വരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഇത്? ചന്ദ്രന്റെ പാത, ചന്ദ്രന്റെ ആകൃതിയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡൗട്ടുകൾ വരികയാണെങ്കിൽ ചോദിക്കുക. താങ്ക് യു.